തൃശൂർ ചാലക്കുടി പരിയാരത്ത് വീടിന് തീപിടിച്ചു. പരിയാരം സ്വദേശി ഗിനീഷിന്റെ വീടിനാണ് തീപിടിച്ചത്. തീയണയ്ക്കാനുള്ള ശ്രമത്തിനിടെ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നത് സൂരജ് സജിയാണ്. സൂരജ്, ഈ തീപിടിക്കാനുള്ള കാരണം എന്താണ്? ഒരാൾക്ക് തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ ഒരാൾക്ക് പരിക്കേറ്റു എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? ഇപ്പോൾ തീ പൂർണ്ണമായും അണയ്ക്കാനായോ? കൃഷ്ണ, എന്തായാലും ഇപ്പോൾ തീ പൂർണ്ണമായും അണയ്ക്കാനായിട്ടുണ്ട്, നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. 2:30 ഞാനിപ്പോൾ നിൽക്കുന്ന ചാലക്കുടി പരിയാരത്ത് ഗിരീഷിന്റെ വീട്ടിൽ തീ പിടിക്കുന്നത്. ഇതിന് ഇടത്തുവശത്ത്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയ്ക്ക് ഇടത്തുവശത്ത് ഈ പന്തലിന്റെ ഡെക്കറേഷൻ സാധനങ്ങൾ ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്നു. അതായത് ഗിരീഷിന് പന്തലിന്റെ ഡെക്കറേഷൻ ജോലികളാണ്, ഈ വെഡ്ഡിംഗ് ഡെക്കറേഷനാണ് കൂടുതലും ചെയ്യുന്നത്. അങ്ങനെ അതിനുവേണ്ടി സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾക്കാണ് തീ പിടിക്കുന്നത്. ഈ പ്രദേശവാസികളാണ് ആദ്യം ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും തീ നിയന്ത്രണ വിധേയമായില്ല. ഇതോടുകൂടിയാണ് ഫയർഫോഴ്സിന്റെ ഉൾപ്പെടെ സഹായം തേടുന്നത്. അതിനിടയിൽ തീ അണയ്ക്കാൻ നാട്ടുകാർ നടത്തുന്ന ശ്രമത്തിനിടയിലാണ് വീണ ഒരാൾക്ക് കൂടി പരിക്കേൽക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. വീണ് പരിക്കേറ്റ ആളുടെ കാൽ ഒടിയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ പരിക്കേറ്റയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് പറയുന്നത്. നാട്ടുകാർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്താ ചേട്ടാ സംഭവിച്ചത്? എന്തായിരുന്നു? ഒരു 2 കൂടിയാണ് നമ്മളോട് ഒരു വർക്കിൻ്റെ ആവശ്യം അടി വഴി പോയതാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവിടെ പറമ്പിൽ തീ കണ്ടപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച പറമ്പോലെ ചവറ് കത്തിയൊന്നായിരിക്കും വിചാരിച്ചു. പിന്നെ അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് വീടുമേലിക്കും മറ്റുള്ള ഇവൻ്റെ ഈ മണ്ഡപത്തിന് വേണ്ടി സൂക്ഷിച്ച് വെച്ചിരുന്ന ഈ കാർപ്പറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ മേലേക്കൊക്കെ തീ വരായിരുന്നു. അപ്പോൾ നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്തിനെ ഏറ്റവും വിളിച്ചു. അപ്പോൾ വേറെ സ്ഥലത്താന്ന് പറഞ്ഞാൽ മറ്റേ അതോടൊപ്പം തന്നെ അവൻ്റെ കൂട്ടുകാരന്മാരെയൊക്കെ വിളിച്ച് അങ്ങനെ എല്ലാവരും കൂടി വന്നിട്ടാണ് നമ്മൾ ഇവിടെ വെള്ളത്തിന് ചെറിയൊരു ഇതുണ്ട്, നമുക്ക് കൂടുതൽ വെള്ളം കിട്ടുന്നൊരു സ്ഥലമല്ല, ഒരു കിണറുകൾ കുറവുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടി പൈപ്പൊക്കെ വെച്ച് കുറച്ചൊക്കെ നനച്ച് കിടത്തി. അപ്പോഴേക്കും പിന്നെ ഫയർഫോഴ്സ് വന്ന് അങ്ങനെ കിടത്താനായിട്ട് നമുക്കത് സാധിച്ചു. ഒരാൾക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ടല്ലേ? അത് ഈ നനയ്ക്കുന്നതിനുള്ളിൽ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം, മുകളിൽ ടാങ്ക് ഉണ്ട്, അതിൻ്റെ വെള്ളം ഒഴിക്കുന്നതിനിടയിലാണ് കാൽ തെറ്റി ആൾ താഴെ വീഴുകയും ആൾക്ക് പരിക്കുകയും ചെയ്തിട്ടുള്ളത്. ആളെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കാലൊടിഞ്ഞിട്ടുണ്ട്, ഫ്രാക്ചർ ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൃഷ്ണ, അതായത് ഈ പന്തൽ നിർമ്മാണ സാമഗ്രികൾ വാങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. 10 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം ഒരു വെഡ്ഡിംഗ് വർക്ക് മാത്രമാണ് ചെയ്തത്. ഈ 10 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ പന്തൽ ഡെക്കറേഷൻ സാധനങ്ങളിൽ അവശേഷിക്കുന്നത് ഈ മാറ്റ് മാത്രമാണ്. ബാക്കിയെല്ലാം സകലതും നശിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു പുതിയ സംരംഭം തുടങ്ങിയതാണ്. ആ സംരംഭം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ദുരവസ്ഥ ഉണ്ടായത്. 10 ലക്ഷം രൂപ മുടക്കി വാങ്ങിയതിൽ അവശേഷിക്കുന്നത് ഈ മാറ്റ് മാത്രമാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വലിയൊരു ദുരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതീക്ഷിക്കാതെത്തിയ തീപിടുത്തം അത് സകലതും നശിപ്പിച്ചു. ഈ കാണുന്ന വീടിനകത്തേക്ക് ഉൾപ്പെടെ തീ പടർന്നു പിടിച്ചു. ഈ വീടിന്റെ മുറിക്കകത്തേക്ക് ഉൾപ്പെടെ തീ പടർന്നു പിടിച്ചു. വീട്ടിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 10 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. പന്തൽ സാമഗ്രികൾക്ക് തീ പിടിച്ചതാണ് ഈ വീടിനകത്തേക്ക് അടക്കം പടർന്നു കയറാൻ ഇടയാക്കിയതെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും ഒരു സംരംഭം തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ വന്ന ഒരു അപകടം അത് അവർക്ക് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഭാഗ്യവശാൽ എന്തായാലും ആളപായമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് കരകയറാനുള്ള ചില മാർഗങ്ങളും ഉണ്ടാവും എന്ന് പ്രത്യാശിക്കാം.